സഞ്ജു സാംസൺ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഭാഷ പറഞ്ഞ സഞ്ജു ബാബ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ക്രിക്കറ്റിംഗ് ലോകത്ത് മൊത്തം അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേര്. നിങ്ങൾ പല പോസ്റ്റുകൾ ശ്രദ്ധിച്ചറിയാൻ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്ക് ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ, അത് ഇപ്പം IPL ഫ്രാഞ്ചൈസീസ് അടക്കം പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ വരുന്ന ഒരു ക്യാപ്ഷനാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി പറഞ്ഞു വരുന്നത് അങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടീമിനെതിരെ ഏത് സീരീസിലാണോ മോശം പ്രകടനത്തിൻ്റെ പേരിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്നു തന്നെ പുറത്താക്കിയത്, അതേ രാജ്യത്തിനെതിരെ ലോകകപ്പ് ഫൈനലിൽ ഈ പോക്കാണെന്നുണ്ടെങ്കിൽ ഒരു സെഞ്ചുറിയോട് കൂടി പ്ലെയർ ഓഫ് ദ മാച്ച്, മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ചും പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും ഒക്കെയായി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഗോൾഡൻ സ്ക്രിപ്റ്റ് അല്ലേ? വേറൊന്നും പറയുന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, സൗത്ത് ആഫ്രിക്കയെ പോലൊരു ടീം കളിച്ച 7-7 ജയിച്ച് ന്യൂസിലൻഡിനെ അവരുടെ ഗ്രൂപ്പ് ഗെയിമിലും പരാജയപ്പെടുത്തിയ സൗത്ത് ആഫ്രിക്ക, 2 മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഗെയിം മത്സരങ്ങളിൽ തോറ്റ ന്യൂസിലൻഡ് ഈ ഒരു രീതിയിൽ പരാജയപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ ന്യൂസിലൻഡ് ഫൈനലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സംതിങ് ഫിഷി അല്ലേ? അത് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആ ഒരു ഗോൾഡൻ സ്ക്രിപ്റ്റ് നമുക്ക് ഞായറാഴ്ച കാണാൻ പറ്റും. സഞ്ജു സാംസൺ എന്ന വ്യക്തിക്ക് ആകെ ഇല്ലാതിരുന്ന ഒരു കാര്യം ഭാഗ്യമാണ്. സിംബാബ്വെക്കെതിരായ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അഭിഷേകിൻ്റെ ആണെങ്കിലും ഇഷാൻ്റെ ഒക്കെ ക്യാച്ചുകൾ സിംബാബ്വെ പലപ്പോഴും വിട്ടപ്പോഴും സഞ്ജുവിൻ്റെ ക്യാച്ച് ഫസ്റ്റ് ട്രൈ തന്നെ അവർ പിടിച്ചപ്പോൾ നമ്മൾ കരുതി ഇതുപോലെ ഭാഗ്യം കിട്ടൊരു പ്ലെയർ. അത് നമ്മൾ കുറച്ച് നാളുകളായിട്ടേ പറയുന്ന ഒരു കേസാണ്. കഴിഞ്ഞ ദിവസം ജോഫ്ര ആർച്ചറിൻ്റെ ആ ഒരു ബോളിൽ ഹാരി ബ്രൂക്ക്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ്, ആ ഒരു ക്യാച്ച് കളഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇപ്പം ഭാഗ്യവും ചെക്കൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അതായത് ഇത് മൊത്തത്തിൽ ഇറ്റ്സ് എ സ്ക്രിപ്റ്റ്, പക്ഷേ നോട്ട് ബൈ ICC or BCCI ബട്ട് ബൈ ഗോഡ്. ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ന്യൂസിലൻഡിനെതിരായ ഒരു ഫൈനലിൽ ഏത് മാച്ചിലാണോ തകർന്നടിച്ചത്, ഏത് മാച്ചിൻ്റെ പേരിലാണോ ആൾക്കാർ കുറ്റപ്പെടുത്തിയത്, സഞ്ജു കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയ അടക്കം ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് ആ സ്റ്റേജ് ഓവർകം ചെയ്തത്, ഞാൻ സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാറില്ലായിരുന്നു, നമ്മൾ മലയാളികളടക്കം കുറ്റപ്പെടുത്തിയ ആ ഒരു പ്ലെയർ ഇപ്പം അവനില്ലാതെ ഇപ്പം ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അവൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഫൈനലിൽ ഇന്ത്യക്ക്. ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് എന്നല്ലാതെ പിന്നെ എന്നാ പറയണ്ടേ? പിന്നെ ഈ നോട്ടീസ് ബോർഡിൻ്റെ ഒക്കെ താഴെ NB എന്ന് കൊടുക്കുന്ന പോലെ ഏതെങ്കിലും എത്തീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ സർക്കാസമായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി എന്ന് കരുതിയാണ്. ഓക്കെ, അപ്പം ഞായറാഴ്ചയാണ് ഇന്ത്യയുടെ ആ ഫൈനൽ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഫൈനൽ. അതിൽ ആ സ്ക്രിപ്റ്റ് അങ്ങ് പൂർത്തിയാവട്ടെ എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് പൂർത്തിയാവും, കാരണം ചെക്കൻ അമ്മാതിരി ടച്ചിലും അമ്മാതിരി ഫോമിലുമാണ്. ഗുഡ് ലക്ക് സഞ്ജു.